വെൽക്കം ടു പെൻഡാഡ് സെക്യൂരിറ്റീസ്. എൻ്റെ പേര് അനൂപ്. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് അഭിശങ്കർ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് സാറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ളതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിലവിലിപ്പോൾ ഒരു ബിഗിനർ ഇൻവെസ്റ്റ്മെന്റിലോട്ട് കടന്നു വരുമ്പോൾ ആള് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ മേ ബി സ്റ്റോക്കിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ്മെന്റ്, അപ്പോൾ വിവിധ കാറ്റഗറീസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ബിഗിനറെ സംബന്ധിച്ചിട്ട് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ? അപ്പോൾ ഒരു പ്രോപ്പർ വേ ഉണ്ടോ? ഓരോ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആണോ? എങ്ങനെയാണ് അത് റിസ്ക് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? ഇപ്പൊ അനൂപ് ചോദിച്ച പോലെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരു ബിഗിനറാണ് ഒരാൾ, ഇൻവെസ്റ്റ്മെന്റ്സുകൾ കാര്യങ്ങൾ, മാർക്കറ്റ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വരുന്നു. അപ്പൊ അവർക്ക് ഒന്നുകിൽ നേരിട്ട് ഷെയർസ് മേടിച്ച് അതിൽ ഇൻവെസ്റ്റ്മെന്റ്സുകൾ കാര്യങ്ങൾ തുടങ്ങാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് പോകുമ്പോൾ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വ്യക്തിക്ക് ചിലപ്പോൾ മാർക്കറ്റിന്റെ മൂവ്മെന്റ്സുകൾ കാര്യങ്ങൾ നോക്കാനോ അത് മോണിറ്റർ ചെയ്യാനോ, അല്ലെങ്കിൽ അതിൽ ഏതിൽ ഷെയർ എടുക്കണം, എത്ര നാളത് ഹോൾഡ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനോ മോണിറ്റർ ചെയ്യാനോ ഒരു ടൈം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ടിലാകുമ്പോൾ നമുക്ക് ഈ സംഭവങ്ങളൊന്നും അറിയാത്തവർക്കും ഇതിൽ വരാം. കാരണം ഇതിനൊരു പ്രൊഫഷണൽ ടീമുണ്ട്. ഒരു ഫണ്ട് മാനേജർ അയാളുടെ ടീമിന്റെ കൂടെ ഇരുന്നിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് അവരത് അലോക്കേഷൻ നടത്തി കൃത്യമായിട്ട് പ്രൊഫഷണലി തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഇതാണ്. അപ്പൊ നമ്മൾക്ക് ഇതൊന്നും അറിയണ്ട. നമ്മൾക്ക് ആകെ അറിയേണ്ടത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു എമൗണ്ട് ഇടുന്നു, അല്ലെങ്കിൽ SIP ആണ്, ആ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ്സുകൾ നടത്തിക്കൊണ്ടു പോവുക. കംപ്ലീറ്റ്ലി അവർ തന്നെ മാനേജ് ചെയ്യും, പ്രൊഫഷണലി മാനേജ് ചെയ്യും, റെഗുലേറ്റർ അപ്രൂവലുള്ള ഇൻവെസ്റ്റ്മെന്റ്സുകൾ കാര്യങ്ങളിലായിട്ട് കൃത്യമായിട്ട് ചെയ്തു പോവുക. അപ്പൊ അങ്ങനെയുള്ളതിൽ വെച്ചാൽ ഇവർക്ക് പിന്നെ ഒന്നും അറിയണ്ട, പൈസ ഇടുക, അത് നോക്കണ്ട, വിട്ടേക്കുക, കണ്ടിന്യൂ ചെയ്ത് പോവാന്നുള്ളത്, അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പൊ നമ്മൾ എത്ര നാളത്തേക്കാണ് ആ ഒരു ഗോൾ ടൈം ഫ്രെയിമിലേക്ക് ആനുപാതികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിക്കൊണ്ടു പോവുക. അത് മാത്രമാണ് മ്യൂച്വൽ ഫണ്ട്സിൽ ചെയ്യേണ്ടതുള്ളൂ. ഷെയർസിലാവുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഷെയർസ് ഏത് ഷെയർ വാങ്ങണം. അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് 5,000 rupees ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ 5,000 rupees വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു കമ്പനിയുടെ ആണെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു ഷെയർ മേടിക്കാം. ഇപ്പൊ 10 രൂപയ്ക്ക് കിട്ടുന്ന ഒരു 500 ഷെയർ കിട്ടുന്ന ടൈപ്പ് കമ്പനികളുണ്ട്, പലതരം കമ്പനികളുണ്ട്. അപ്പൊ ഇതില് ഏത് ഷെയർ ഞാൻ മേടിക്കണം, അപ്പൊ അത് ഏത് ഇൻഡസ്ട്രിയിലുള്ളതായിരിക്കും, അതിന്റെ പെർഫോമൻസ് എങ്ങനെ, ചിലപ്പോൾ ഇന്ന് നല്ലൊരു ഇത് കണ്ട് നാളെ അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, എന്തെങ്കിലും ന്യൂസ് വന്നിട്ട് ഇതിന്റെ ചേഞ്ചസ് വരാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇത് മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പഠിച്ച് ചെയ്യുക എന്നുള്ളത് ഈ പറഞ്ഞ വ്യക്തിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നേരെ ഷെയറിൽ ചെയ്യാം. പക്ഷെ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഈ ഒരു രീതിയിൽ എക്സ്പീരിയൻസ് ആയിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടില്ല, ഒരു ടൈം ചിലപ്പോൾ വേറെ ജോലി ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനിടയിൽ ഷെയർ മാർക്കറ്റ് നോക്കാനോ ഇതിനെപ്പറ്റി പഠിക്കാനോ പറ്റിക്കൊള്ളണമെന്നില്ല. മാർക്കറ്റ് ഒന്നുകൂടെ പരിചയപ്പെടാനും കൂടെ നല്ലത് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ.